ക്ലാസ് വരെ നോർമൽ സ്കൂളിൽ പോയ കുഞ്ഞാണ്. വൈദ്യശാസ്ത്രം നോക്കിയിട്ട് പറഞ്ഞത് അവന് ബിഹേവിയർ ചേഞ്ച് ആണ്. നീ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ എന്റെ കൊച്ചിനെ ഒന്ന് വിടുവിച്ചു തരണമെന്ന്. ഞങ്ങൾ ഇതുപോലുള്ള മക്കളെ എടുത്ത് കൂടെ നിർത്തുന്നത്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോന്റെ പേരൻസ് ഉണ്ടോ ഇവിടെ? ഈ മോന്റെ പേരൻസ് ഉണ്ടോ ഫ്രണ്ടിലത്തെ? ഓക്കെ. ഇന്നിവൻ വിടുവിക്കപ്പെടും കേട്ടോ. ഇവൻ ഒരത്ഭുതമാകും. എന്നോട് കർത്താവ് പറയുക, ഇവനെ പഠിക്കാൻ വിടാതെ, ജീവിക്കാൻ വിടാതെ ഇവനെതിരെ കെട്ടുനിൽക്കുന്ന ഒരു പോരാട്ടം ഉണ്ട്. നീ ഒരുപാട് ആയുസ് കരഞ്ഞ് ദൈവം എന്നോട് പറയുക, ഇന്ന് രാവിലെ നിന്റെ കുഞ്ഞിനെ വോളണ്ടിയേഴ്സ് ആരേലും അമ്മയൊന്ന് പിടിച്ചോ, ഇന്ന് രാവിലെ ഒരു മഹത്വം ഇവിടെ ഇറങ്ങി വരാൻ പോവാ. യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് ഈ കുഞ്ഞിന്ന് രാവിലത്തെ ആരാധന വിടുവിക്കപ്പെടാൻ പോവാ. ഇവനൊരു സൗഖ്യം വരാൻ പോവാ. ഇവന്റെ മനസ്സിനകത്ത്, ശരീരത്തിനകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലത്തെ ആരാധനയിലെ സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ കർത്താവിന് ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. അൽമമനഘടക ജനാദന ജസിയ അർമ്മമനവ പ്രബൽക്കമനഘടക അന്തനെ വൈഡമനഘടക ശതര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. ഇവന്റെ പേരെന്തുവാ? ക്രിസ്റ്റി വിടുവിക്കപ്പെടും. അവൻ ആള് മാറും. നിന്റെ കണ്ണിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ അടുത്തുണ്ട്. നീ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ എന്റെ കൊച്ചിനെ ഒന്ന് വിടുവിച്ചു തരണമെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറയുക. നിന്റെ കുഞ്ഞ് ദൈവത്താൽ വിടുവിക്കപ്പെട്ട് മാനിക്കപ്പെടുന്ന ഒരസാധാരണമായ പകലായി തീരാനായിട്ട് പോകുക. സഭയൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലെ കർത്താവിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്നവർ ഈ രാവിലെ യേശുവിന്. എത്ര നാളായി ഇങ്ങനായിട്ട്? ഡോക്ടർമാരെന്നാ പറഞ്ഞേ? അതുവരെ മെഡിക്കലായിരുന്നു. നോർമൽ സ്കൂളിൽ പഠിച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 5ാം ക്ലാസ് വരെ നോർമൽ സ്കൂളിൽ പോയ കുഞ്ഞ. വൈദ്യശാസ്ത്രം നോക്കിയിട്ട് പറഞ്ഞത് അവന് ബിഹേവിയർ ചേഞ്ച് ആണ്. സ്വന്തം കാര്യം ചെയ്യുമോ? സ്വന്തം കാര്യം ചെയ്യില്ല. എത്ര വയസ്സുണ്ട് ഇവന്? ഞാൻ ദൂത് പറയുക, ഇവൻ സൗഖ്യാവും. നോർമലി അവന് ചേഞ്ച് വന്നതുപോലെ ദൈവത്താൽ ഒരു ചേഞ്ച് ഈ കുഞ്ഞിന് വരും. കൈയടിച്ചൊന്ന് വിളിക്കാൻ പറ്റുന്നവരാ കൈ ഒന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആ നാമത്തെ ഒന്ന് വിളിച്ച്. ഈ പെറ്റ അമ്മ ഭയങ്കര സങ്കടത്തില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് എന്നാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് വിളിച്ച്. ഞാന് ഈ കുഞ്ഞ് വന്ന് ഫ്രണ്ട് ഇരുന്നപ്പോ, ഇനിയും എൻ്റെ ഒരു കുഴപ്പമായിരിക്കും കേട്ടോ, എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചങ്ക് കത്തി സങ്കട. ശരിക്കും 18 വയസ്സുണ്ടല്ലേ? 18 വയസ്സുള്ള കൊച്ചാ. ഈ അമ്മയ്ക്ക് ആണും പെണ്ണുമായിട്ട് ഇവനെ ഉള്ളൂ. എങ്ങും കൊണ്ട് നിർത്താൻ വഴിയില്ല. വാടക വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. വാടക വീട്ടിൽ കസേരയും കട്ടിലും ഒക്കെ അടിച്ചു പൊട്ടിക്കും ആള്. അതുകൊണ്ട് ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ആരും നിർത്തത്തില്ല. പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിടത്തെല്ലാം വയലൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇന്നിതുവരെ വയലൻ്റ് ആയില്ല. ഇനി അവൻ വയലൻ്റ് ആവത്തുമില്ല. ഇവൻ ഇന്ന് രാവിലെ രക്ഷപ്പെടും. ഞാൻ ഇവൻ്റെ അമ്മയോട് ദൂത് പറയുക, ഇവൻ സുവിശേഷകനാവും. ഇവൻ യേശുവിൻ്റെ പുസ്തകം കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുക. നിങ്ങൾ ആ കൈ ഒന്നടിക്കാൻ പറ്റുന്നവരെ കൈ ഒന്നടിച്ച്, ആദരമൊന്ന് തുറക്കാവുന്നവർ ആദരമൊന്ന് തുറന്ന്, യേശുവേ എന്നൊന്ന് വിളിക്കാവുന്നവർ യേശുവേ എന്നൊന്ന് വിളിച്ച്.
ഞങ്ങള് നിങ്ങൾ കേട്ടോ, അവനിപ്പോ ശരിക്കും സുവിശേഷകനാവുന്ന ഭയങ്കര ആഗ്രഹം വെച്ചില്ല. എടാ സുവിശേഷനാവാ, നിങ്ങളൊന്ന് കൈയടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് സ്തോത്രം. പ്രിയരെ, ഞങ്ങൾ ഈ അതും ഇതുമൊക്കെ പറയുന്ന ആളുകൾ കേട്ടോണം, ഞങ്ങൾ ഇതുപോലുള്ള മക്കളെ എടുത്ത് കൂടെ നിർത്തുന്നത്. അവർ ചിലപ്പോൾ വാവക്കും തല്ലിപ്പൊട്ടിക്കും ഒക്കെ ചെയ്യും, എന്നാലും ഞങ്ങൾ ചേർത്ത് നിർത്തും. ചേർത്ത് നിർത്തി അവർക്ക് വാരിക്കൊടുക്കും, കൂടെ നിർത്തും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ആർക്കും ചെയ്യാൻ പറ്റാത്ത. അമ്മേ, ഇവിടെ 3 പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇവന്റെ അപ്പൻ തൂങ്ങി മരിച്ചില്ലേ? എത്ര വർഷം മുമ്പ്? 16 വർഷമായി. ഈ തൂങ്ങി മരിച്ച പൈശാചിക സ്പിരിറ്റ് ഇവന്റെ പുറകിലുണ്ട്. നമ്മളും കണ്ടു. കണ്ടിച്ച് താഴെ ഇറക്കിയ നമ്മളാ. ആ സാധനം അവിടെ കിടക്കുക. ഇന്ന് രാവിലെ കർത്താവ് അതിനെ പൊട്ടിച്ച് കളയാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചോ. ഇന്ന് രാവിലെ ഇവൻ രക്ഷപ്പെട്ടു വരാൻ പോവാ. ഇവിടെ വീട്ടിലേക്ക് യേശു ഇന്ന് രാവിലെ ഇറങ്ങി വരുന്ന രാവിലെയാണ്. എല്ലാ ദുരാത്മ സ്പിരിറ്റുകളോ ഈ വീട്ടിൽ നിന്ന് പൊട്ടി മാറാൻ പോവാ. ശരിക്കും ഈ അപ്പനെ കൊണ്ടുപോയ പോലെ ഇവനെ കൊണ്ടുപോകണം. ഇവനും മരിക്കാനൊരു സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പൊട്ടും. ഇനിയും വയലന്റ് ആവത്തില്ല. ആവോ? ഇല്ല. ഇനി തല്ലിപ്പൊട്ടിക്കോ? ഇല്ല. എടാ, എന്റെ വീട് പണി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവരാം. 18 വയസ്സ് കഴിഞ്ഞാ കുഴപ്പമില്ല, കൊണ്ടുപോവാം. നിങ്ങളെ കൈയടിച്ചൊരു സ്വന്തം പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഇത്രയും കിട്ടിയിട്ടും പഠിക്കുന്നില്ലയോ? പറ്റുകയില്ല. അതുകൊണ്ടാ. മനസ്സിലായി അമ്മേ? അവിടെ നമുക്ക് എത്ര സെന്റ് സ്ഥലം ഉണ്ടത്? അതെ, എന്തുവാന്ന് പറയട്ടെ. ഈ സർപ്പക്കാവൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. മതി, കൈപൊക്കി ഒരു ആമയും പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞൊരു അത് കുഴപ്പമില്ല, ചേച്ചി പറഞ്ഞ ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൈയടിച്ചൊരു സ്വത്രം പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞിട്ടൊരു പുലിവാല് ഞാൻ പിടിക്കുന്നില്ല. ഇനി ബാക്കിയൂടെ കേൾക്കും. ഞാനിപ്പോൾ ബാക്കി പറയാം. ഇതേ, ഈ സ്വത്ത് വേണം. ഇവൻ ഇല്ലാതായ സ്വത്ത് അവർക്ക് കിട്ടും. പക്ഷെ ഞാൻ ദൂത് പറയാ, ആ സ്വത്ത് ഇവൻ അനുഭവിക്കും. ഇവനെ അനുഭവിക്കത്തുള്ള സ്വത്ത്. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് യേശു. പുള്ളി ശരിക്കും പാവമായിരുന്നു കേട്ടോ. പുള്ളിയെ കൊന്നു കളഞ്ഞ. നല്ലൊരു സുന്ദരൻ കുട്ടിയല്ലേ? നിങ്ങളത് കണ്ടേ? ഒരു നല്ല സുന്ദരനായിട്ടൊരു കൊച്ചു. രക്ഷപ്പെടുണ്ടായോ? പാട്ട് പാടും. ഒരു പാട്ട് പാടോ? ഈശോയുടെ ഒരു പാടുവോ? ഒന്നു വിളിച്ചാലോടി എന്റെ അഴികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനച്ചെമ്മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എന്റെ ഈശോ. ഒന്നു തളർന്നാൽ അവൻ എന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനാൽ താങ്ങി നടത്തും, ശാന്തി പകരും, എന്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹം എന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എന്റെ ഈശോ. ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും, ഒന്ന് കരഞ്ഞാൽ ഓമനച്ചെമ്മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എന്റെ ഈശോ. എടാ, എന്റെ വീട് പണി കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോനെ. ശരിക്കും ഞാൻ കൊണ്ടുപോനെ.
ഇവന്റെ സുവിശേഷകനാവണ്ടേ? കുഞ്ഞെ, നീ സുവിശേഷകനാവും. നീ യേശുവിന് വേണ്ടി നിൽക്കും. നിന്റെ അമ്മ കൺകുളിർക്ക കാണും നീ ബൈബിൾ എടുത്ത് പ്രസംഗിക്കും. അതിന് ദൈവം നിനക്ക് ജ്ഞാനം തരും. നിന്റെ തലമേൽ ചൂടിയിരിക്കുന്ന പ്രതിസന്ധി ഇന്ന് രാവിലെ ദൈവം പൊട്ടിച്ചു കളയും. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും യേശുവേ എന്ന് വിളിച്ച്. എനിക്ക് ഇവനെ കാണുമ്പോ ഇവനെ രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് സങ്കടമാണ്. പക്ഷേ ഇവന്റെ പേര് പറ. അമ്മേ, ഇവൻ യേശുവിന്റെ ആളാവും. എലോഹിമിന്റെ കൂടെ നിൽക്കും. ദൈവരായത്തിന് വേണ്ടി നിൽക്കും. ആ സ്വത്ത് അന്യം നിന്ന് പോവില്ല. ഇവൻ ഈ സ്വത്ത് അനുഭവിക്കും. ദൈവനെ ആദരിക്കും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ച്